ഈ വർഷം അനന്തപുരിയിൽ ആദ്യമായിട്ടാണ് ഒരു കുടമാറ്റം വയ്ക്കുന്നത്. എന്ത് ചേല അല്ലേ ഈ കണ്ണനെ കാണാൻ. ആ കണ്ണുകളൊന്ന് നോക്കിയേ. ഇത് മോൾഡ് എടുക്കാൻ വേണ്ടി ക്ലേയിൽ ചെയ്ത വർക്കാണ് ഇതോ കിടക്കുന്നത്. നമുക്കിനി യൂസ് ഇല്ല, അതിനി കുഴച്ചിട്ട് അടുത്ത വർക്കിലോട്ട് പോകും. ഇത് ക്ലേ ആണല്ലേ? അതെ അതെ, കളിമണ്ണ്. ജീവൻ തുളുമ്പുന്ന കൃഷ്ണ ഭഗവാന്റെ പ്രതിമ ഇവിടെയാണ്, നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ. ഇപ്പോൾ നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണം ഈ കൃഷ്ണന്റെ പ്രതിമയാണ്. സോഷ്യൽ മീഡിയയിൽ വൈറലായി കൊണ്ടിരിക്കുന്ന കുട്ടിക്കൃഷ്ണൻ. പ്രധാന ആകർഷണം എടുത്തു പറയേണ്ട ആവശ്യമില്ല, കാണുന്നവർക്ക് തന്നെ മനസ്സിലാകും ഈ കുട്ടിക്കൃഷ്ണന്റെ തുളുമ്പുന്ന കണ്ണുകൾ. ഈ കൃഷ്ണനെ കാണാനായി മാത്രം ഒത്തിരി ആൾക്കാരാണ് ഇപ്പോൾ അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. മാർച്ച് 24 ആരംഭിച്ച് ഏപ്രിൽ 2 സമാപിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഇത്തവണ ഉത്സവം നടക്കുന്നത്. കുടമാറ്റവും പൂരവുമൊക്കെ ഉണ്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് ഇത് ആദ്യമായിട്ടായിരിക്കും ഒരു പൂരവും കുടമാറ്റവും ഒക്കെ നടക്കുന്നത്. തൃക്കടവൂർ ശിവരാജനും ഗുരുവായൂർ ശങ്കരനാരായണനും ഉൾപ്പെടെ 8ഓളം കൊമ്പന്മാരാണ് ഈ പൂരപ്പറമ്പിൽ അണിനിരക്കുന്നത്. കൊമ്പന്മാരിൽ വമ്പനാണ് ഈ തൃക്കടവൂർ ശിവരാജു. ഏപ്രിൽ 2 രാത്രി 10 മണിക്ക് നെയ്യാറ്റിങ്കര ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിലാണ് ഈ പൂരം നടക്കുന്നത്. നെയ്യാറ്റിങ്കര കൃഷ്ണൻ കോവിലിലെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, അതിൻ്റെ അറിവിനെ കുറിച്ച് നമുക്ക് കമ്മിറ്റി അംഗമായ ശരത്കുമാർ ചേട്ടനോട് ചോദിക്കും. നമസ്കാരം. അപ്പോൾ ഈ ഉത്സവത്തിൻ്റെ ഇനിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് 8ാം ഉത്സവമാണ്. നാളെ 9ാം ഉത്സവം വേട്ടയാണ്. പള്ളിവേട്ട എന്നാണ് അറിയപ്പെടുന്നത്. പള്ളിവേട്ട എന്ന് പറയുന്നത് ഭഗവാൻ വേട്ടയ്ക്ക് പോകുന്ന ഒരു കാഴ്ചയാണ്. നാളെ രാത്രി 10 മണിക്കാണ്. അതായത് നമ്മൾ അമ്പലത്തിൽ നിന്നും തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഒരു വേട്ടക്കുറുപ്പ് എന്നൊരാൾ അമ്പും വില്ലുമേന്തി ഭഗവാൻ മേളങ്ങളൊന്നും ഇല്ലാണ്ട്, വാദ്യമേളങ്ങളൊന്നും ഇല്ലാണ്ട് നാളെ ഈ ആലുമൂട് പരിസരത്ത് നാഗക്ഷേത്രമുണ്ട്, അവിടെ വെച്ച് വേട്ടക്കളം ഒരുക്കുന്നുണ്ട്. അവിടെയാണ് വേട്ടയാടി ഭഗവാൻ തിരിച്ചു വന്ന് പിറ്റേ ദിവസം നെയ്യാറിൻ ഒരു വൈകുന്നേരം 6 മണിയാകുമ്പോൾ നെയ്യാറിൻ തീരത്താണ് ഭഗവാന്റെ ആറാട്ട്. ഈ ആറാട്ട് പിന്നെ കേരളത്തിലെ തലയെടുപ്പുള്ള ഗജവീരന്മാർ പങ്കെടുക്കുന്നതാണ്. തൃക്കടവൂർ ശിവരാജുവാണ് ഭഗവാന്റെ പൊൻതിളം പേറ്റുന്നത്. അതോടൊപ്പം ഗുരുവായൂർ പുന്നത്തൂർക്കോട്ടയിലെ 2 ആനകൾ, കൊമ്പനാനകൾ, ഗുരുവായൂർ ശങ്കരനാരായണനും ബാലകൃഷ്ണനും, മന്ത്രി ഗണേഷ് കുമാറിൻ്റെ 2 ആന, കീഴോട്ട് വിശ്വനാഥനും കീഴോട്ട് ശ്രീകണ്ഠനും, പിന്നെ ഉണ്ണിമങ്ങാടുള്ള ആന, അങ്ങനെ ഒരു 7ഓളം ഗജവീരന്മാർ പങ്കെടുക്കുന്ന പ്രൗഢഗംഭീരമായ ഒരു ആറാട്ട് ഘോഷയാത്രയാണ് നാളെ വൈകുന്നേരം 4 മണിക്ക് ക്ഷേത്രസന്നിധിയിൽ നിന്നും ആരംഭിക്കുന്നത്. അതോടൊപ്പം തെക്കൻ നാട്ടിലെ മേളപ്രമാണിയായ കടവൂർ അഖിലിൻ്റെ നേതൃത്വത്തിൽ പഞ്ചാരി മേള, വൈകുന്നേരം 10 മണിക്ക് കുടമാറ്റം, വൈകിട്ട് രാത്രി 10 മണിക്ക് ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിൽ കുടമാറ്റമുണ്ട്. ആദ്യമായിട്ടാണ് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഒരു കുടമാറ്റം വയ്ക്കുന്നത്. അപ്പോൾ അത് നാളെ സാക്ഷ്യം വഹിക്കുകയാണ്. നെയ്യാറ്റിൻകരക്കാർ മറ്റന്നാൾ സാക്ഷ്യം വഹിക്കുകയാണ്. അപ്പം മറ്റന്നാളാണ് ഫൈനൽ ആറാട്ട്. നമ്മളെ ഭഗവാന്റെ ഉത്സവം 10ാം നാൾ ആണ് ആറാട്ട്. അപ്പോൾ ഈ ആറാട്ടം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലൊന്നുമല്ല, അതിഗംഭീരമായിട്ട് പല നിരവധി ആനകളുടെയും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ആറാട്ടാണ്. അപ്പോൾ എല്ലാവരും ഈ ആറാട്ടിലേക്കും മറ്റന്നാൾ നടക്കുന്ന പരിപാടിയിലേക്ക് മാക്സിമം എത്തിച്ചേരണം. പാറമേക്കാവിന്റെ കുടകളാണ് ഇത്തവണ കൊണ്ടുവരുന്നത്. അതെ, കുടമാറ്റം ഹൈലൈറ്റ് ആണ്. ഈ വർഷം അനന്തപുരിയിൽ ആദ്യമായിട്ടാണ് ഒരു കുടമാറ്റം വയ്ക്കുന്നത്. അത് ഭഗവാന്റെ നടയിലാണ്. രാത്രി 10 മണിക്കാണ്. തിരുവനന്തപുരത്തിന്റെ ചരിത്രത്തിൽ കുടമാറ്റം ഇതുവരെ നടന്നിട്ടില്ല എന്ന് തോന്നുന്നു. തീർച്ചയായും. അപ്പം ആ ഒരു കുടമാറ്റം നിങ്ങൾ എല്ലാവരും കാണണം. ബസ് സ്റ്റാൻഡ് എവിടെയാണ്? ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിലാണ് കുടമാറ്റം നടത്തുന്നത്. എല്ലാവരും എത്തിച്ചേരണം. ഭയങ്കര ജനമായിരിക്കും. എന്നവൻ ഈ ഒരു കൺകൊള്ളുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. നെയ്യാറ്റിങ്കര ക്ഷേത്രത്തിലെ ജീവൻ തുളുമ്പുന്ന കൃഷ്ണ വിഗ്രഹത്തിന്റെ ശില്പിയാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത്. അപ്പം പേരെന്താണെന്ന്? വെങ്കടേശ്വരൻ. അപ്പം ഇതിനു മുമ്പ് ശില്പങ്ങളൊക്കെ ഇങ്ങനെ ക്ഷേത്രത്തിൽ സമർപ്പിച്ചിട്ടുണ്ടോ? ക്ഷേത്രങ്ങളിലേക്ക് ഇങ്ങനെ സമർപ്പിച്ചിട്ടില്ല, ഇങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. തൊട്ടടുത്തുള്ള ക്ഷേത്രമാണ് ശ്രീകൃഷ്ണ. അതുകൊണ്ടാണ് ഒരു ആഗ്രഹമായിരുന്നു ഇത്തവണ എന്തായാലും ഒരെണ്ണം ചെയ്തു കൊടുക്കുക. എന്തായാലും ക്ഷേത്രത്തില് ഇപ്പം അതിന്റെ പേരിലൊന്ന് അറിയപ്പെടുന്നു. എല്ലാവരും പറയുന്നു ഇത് ജീവൻ തുളുമ്പുന്ന കൃഷ്ണന്റെ പ്രതിമയാണ്, അത് കാണാൻ പോകണമെന്ന് ഒരുപാട് പേര് ഞങ്ങളോടും പറയും. നിങ്ങൾ ഇതുവരെയും കണ്ടില്ലേന്ന്. അപ്പൊ ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ കാണാൻ വന്നത്. എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും. അപ്പൊ കാണുമ്പോൾ നമുക്ക് കൃഷ്ണൻ ഇവിടെ ജീവനോടെ നിന്ന് നമ്മളെ നോക്കുന്നതായിട്ട് തോന്നും. പക്ഷെ എന്തായാലും വളരെ ഗംഭീരമായി. എത്ര ദിവസം എടുത്തു ഇത് ചെയ്യാനായിട്ട്? ഇത് ഏകദേശം ഒരു 10-12 ദിവസം എടുത്തു. 12 ദിവസം എടുക്കും. കുറച്ചുകൂടി ദിവസം വേണ്ടി വരും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ആ ഒരു സമയം കിട്ടിയോ, അതിനുള്ളിൽ എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റിയത്. ഇനി ഈ പണിപ്പുരയിൽ പുതിയതായിട്ട് വല്ലതും ചെയ്യുന്നുണ്ടോ ഇതിന് ശേഷം? വേറെ 2-3 റിലീഫ് വർക്കുകൾ ചെയ്യാനുണ്ട്. ഒരു ഇവിടെ അടുത്തൊരു ക്ഷേത്രത്തിലേക്ക് വേണ്ടി ശിവന്റെ ഒരു ചെറിയൊരു ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
എന്തായാലും ഇതിന് ശേഷം എന്തായാലും ഇനി വർക്കുകൾ ഒരുപാട് കിട്ടുമെന്ന് എനിക്കറിയാം. ഒരുപാട് orders വന്നോണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് സ്റ്റുഡിയോയിലോട്ട് പോവാം. ഓക്കെ. ശില്പിയുടെ പേര് ഒരു വെറൈറ്റിയാണ് കേട്ടോ, വെങ്കടേശ്വരൻ. അതുപോലെ തന്നെയാണ് ആ പേരിൻ്റെ ഒരു ഗാംഭീര്യമുണ്ട് ആ പ്രതിമയ്ക്കുമൊക്കെ. നമ്മൾ ചെയ്യുന്ന വിഗ്രഹങ്ങൾക്കും അത്രയും ഗാംഭീര്യമുണ്ട്. ശിവന്റെ രൗദ്രഭാവമാണ്, ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ആ തൃക്കണ്ണ് ഓപ്പൺ ആയിട്ട് നിൽക്കുന്ന ഒരു ഭാവമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒറിജിനാലിറ്റി ഒക്കെ ഒന്ന് കണ്ടു നോക്കി. ക്ലേയിൽ ചെയ്തതേ ഉള്ളൂ. ഇനിയും നമ്മൾ മോൾഡ് എടുത്തിട്ട് ഇത് ഫൈബറിലോട്ട് കാസ്റ്റ് ചെയ്യും. എന്നിട്ടായിരിക്കും ഇതിന്റെ കണ്ണിന്റെ വർക്ക് ബാക്കി പെയിന്റിങ്ങും എല്ലാം ചെയ്യുന്നത്. ഇതിൽ നിന്ന് മോൾഡ് എടുക്കും. ഇതിപ്പോ ക്ലേ വർക്കാണ്, ഇതിലായിരിക്കും നമ്മൾ മാക്സിമം വർക്ക് ചെയ്യുന്നത്. ഡീറ്റെയിലിംഗ് ഒക്കെ ഇതിലായിരിക്കും. ഓക്കെ. അപ്പൊ ഈ ക്ലേയില് നമ്മുടെ ഫൈബറിലാണോ അടുത്ത് വേറൊരു മെറ്റീരിയൽ എന്താണ് എടുക്കുന്നത്? ഇതിപ്പോ നമുക്ക് മോൾഡിങ് 2-3 രീതിയിൽ എടുക്കാം. ഇതിപ്പോ വേസ്റ്റ് മോൾഡ് പ്രോസസ്സിലാണ് എടുക്കുന്നത്. പിന്നീട് ആ മോൾഡ് പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. പൊട്ടിച്ച് കളഞ്ഞിട്ട് നമുക്ക് വർക്ക് എടുക്കാം. ഒരൊറ്റ കാസ്റ്റിംഗ് നടക്കും. ഇതാണ് ഒറിജിനൽ നമ്മൾ കൊടുക്കാൻ. അല്ല, ഇത് വന്നിട്ട് ക്ലേയിലെ ശില്പമാണ്. ഇത് നമ്മൾ ഇനി മോൾഡ് എടുത്തിട്ട് ഫൈബറിലോട്ട് കാസ്റ്റ് ചെയ്യും. അതായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഇതിനെപ്പറ്റി അറിയാത്തവർ വിചാരിക്കും ഇത് തന്നെ ആയിരിക്കും പെയിന്റ് ചെയ്തെല്ലാം കറക്റ്റ് ചെയ്ത്. ഇത് യൂസ് ഇല്ല. ഇത് ഇത് നമുക്ക് യൂസ് ഇല്ല. ഇത് മോൾഡ് എടുക്കാൻ വേണ്ടി ക്ലേയിൽ ചെയ്ത വർക്കാണ് ഇതോ കിടക്കുന്നത്. നമുക്കിനി യൂസ് ഇല്ല. അതിനി കുഴച്ചിട്ട് അടുത്ത വർക്കിലോട്ട് പോകും. അതെ, കളിമണ്ണ്. ഈ മോൾഡ് നമുക്ക് പിന്നീട് യൂസ് ചെയ്യാം. അതായത് ഒന്നിൽ കൂടുതൽ കാസ്റ്റിംഗ് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഒരെണ്ണം ചെയ്തെടുക്കണ കുറച്ച് ചെലവും കൂടുതലാണ്, കുറച്ചധികം ദിവസത്തെ വർക്കും വരും. പക്ഷെ ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരുപാടെണ്ണം കാസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടു കഴിഞ്ഞാൽ മെസ്സിയെ പോലെ തോന്നും, പക്ഷെ സ്വന്തമായിട്ട് മോൾഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു ശില്പിയാണ് കേട്ടത്. കണ്ടു കഴിഞ്ഞാൽ ഒരു മെസ്സിയുടെ ലുക്കൊക്കെയാണ്. പക്ഷെ സംഭവം ഞാനും ആദ്യം വിചാരിച്ചത്, പക്ഷെ നോക്കിയപ്പോഴാണ് കറക്റ്റ് ഫേസ് അങ്ങോട്ട് കറക്റ്റ് ആയത്. എന്തായാലും വളരെ നന്നായിട്ടിരിക്കുന്നു കേട്ടോ, അടിപൊളി. ഞാൻ മോൾഡിൽ നിന്ന് കാസ്റ്റ് ചെയ്തെടുക്കുന്നതാണ്. അതന്നെ മോൾഡിന് അത്രയും ഫിനിഷ് ഉണ്ട്. നമ്മള് ക്ലേയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ക്ലേയിലാണോ ഇതിന് ഫിനിഷിങ് കിട്ടുന്നത്, പ്ലാസ്റ്റർ ഓഫ് പാരീസ് അങ്ങനെയുള്ളതിലാണോ? പ്ലാസ്റ്ററിലൊക്കെ നമ്മൾ മോൾഡോ അല്ല, ഇതിന്റെ ഈ ഒരു രൂപം എടുക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ ഫിനിഷിംഗ് കിട്ടുന്നത് ഫൈബറിലായിരിക്കും. കുറച്ചുകൂടി നമുക്ക് ഡീപ്പായിട്ട് ഇറങ്ങി ചെല്ലും, എല്ലാ പോയിന്റിലും ഇറങ്ങി ചെല്ലും. നമുക്ക് കുറച്ചുകൂടി ഫിനിഷിംഗ് കിട്ടും. വെയിറ്റും കുറവായിരിക്കും. ഇതിപ്പം സിമെന്റ് ആയത് കുറച്ച് വെയിറ്റ് കൂടുതലാണ്. ഇത് സിമെന്റ് ആണ്. ഇത് അത്യാവശ്യം വെയിറ്റ് വരും അല്ലേ. ഇത് ഒടിയനാണ്. ഒടിയനെ ചെയ്തിട്ടിരിക്കുന്നത് എംസിയിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്കത് കണ്ടാൽ പറയാൻ പറ്റില്ല, കയ്യിലെടുത്താൽ പോലും അത് പറയാൻ പറ്റില്ല എംസിയിലാണെന്നുള്ളത്. എന്തായാലും വളരെ ഫിനിഷിങ്ങോട് കൂടി തന്നെ ഈ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇതെല്ലാം കൂടെ വെച്ചിട്ടൊരു എക്സിബിഷൻ ചെയ്യണം. കുറച്ച് ഇതുകൂടെയൊക്കെ മോൾഡുകളൊക്കെ ഉണ്ടാക്കിച്ചിട്ട് ഒരു എക്സിബിഷൻ ചെയ്താൽ കറക്റ്റായിട്ട് ആൾക്കാർ വന്ന് കാണുകയും ചെയ്യും. അത്രയും ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവമാണിത്. ഈ അടുത്തുള്ള ഓർഡറുകളൊക്കെ കിട്ടി തുടങ്ങിയല്ലോ. ഓർഡർ ഈ കൃഷ്ണന്റെ ഓർഡറുകൾ തന്നെ നിരവധി ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഉടനെ കൊടുക്കാൻ പറ്റില്ല, കുറച്ച് ടൈം എടുക്കും. എല്ലായിടത്തും പറയുന്നുണ്ട്. അത് തന്നെ ഒരാളല്ലേ ഉള്ളൂ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന്റെ ഒരു ബുദ്ധിമുട്ട് വരും. എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. ഇതെല്ലാം അദ്ദേഹം വീട്ടിൽ ചെയ്തു വെച്ചിരിക്കുന്ന ക്രാഫ്റ്റ് വർക്കുകളാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറിയപ്പോഴേ ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു. ഉത്സവം കഴിഞ്ഞാൽ പിന്നെ ഈ കണ്ണൻ ഇനി ക്ഷേത്രത്തിനുള്ളിലായിരിക്കും. ക്ഷേത്രത്തിൽ ഇത് സ്ഥിരമായി സ്ഥാപിക്കുമെന്നാണ് ഭാരവാഹികൾ അറിയിച്ചത്. ഈ കുട്ടി കൃഷ്ണനെ കാണാനും കുടമാറ്റവും പൂരവും ഒക്കെ കാണാൻ നേരെ നെയ്യാറ്റിൻകര കൃഷ്ണൻകോവിലോട്ട് വന്നോളൂ.